ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ ചെയ്യുന്ന നല്ല ഭംഗിയുള്ളൊരു ബ്രേസ്ലെറ്റാണ്. അതിനാവശ്യമായിട്ട് ഗോൾഡൻ കളർ കുഞ്ഞ് ബീഡ്സും വൈറ്റ് കളർ ബീഡ്സുമാണ് എടുത്തിരിക്കുന്നത് മെയിനായിട്ട്. പിന്നെ ജംബറിങ്, ഹുക്ക്, ഇത് കോർക്കാനായിട്ട് സൂചി നൂല്, പിന്നെ കട്ടർ, പ്ലെയർ. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ സൂചി നൂല് എടുക്കുക, സൂചി അതിലോട്ട് കോർക്കുക. ഞാനിവിടെ ഫിഷിംഗ് വയറാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിളായിരിക്കും ബ്രേസ്ലെറ്റ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഒരു ഗോൾഡൻ കളർ മുത്ത്, പിന്നെ ഒരു വൈറ്റ് കളർ മുത്ത്, വീണ്ടും ഗോൾഡൻ കളർ മുത്ത്, വൈറ്റ് കളർ മുത്ത്. ആ ഓർഡറിൽ 3 ഗോൾഡൻ കളർ മുത്തും 3 വൈറ്റ് കളർ മുത്തുമാണ് ഫസ്റ്റ് കോർക്കുന്നത്. ഒരു 1.5 mm സൈസ് വരുന്ന ഗോൾഡൻ കളർ മുത്തും ഒരു 6 mm സൈസ് വരുന്ന വൈറ്റ് കളർ മുത്തുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 6 മുത്ത് കോർത്ത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ വയറിൻ്റെ ഒരു അറ്റത്ത് കൊണ്ട് വെച്ചിട്ട് ഇവിടെ കെട്ടിടുകയാണ്. 3 കെട്ട് ഞാനിവിടെ ഇടുന്നുണ്ട്. 3 കെട്ടിട്ട ശേഷം നെക്സ്റ്റ് വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിലൂടെ ഇത് കോർക്കാം. വീണ്ടും ഒരു റൗണ്ട്, അതായത് ഈ 3 ഗോൾഡൻ കളർ മുത്തും വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടി ഒന്നുകൂടി കോർക്കണം. കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കോർക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ നൂലിൻ്റെ ചെറിയ അറ്റം കട്ട് ചെയ്ത് മാറ്റാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് 3 ഗോൾഡൻ കളർ മുത്ത് മാത്രമാണ് കോർക്കുന്നത്. നമ്മുടെ ഒരു ഭാഗത്ത് മാത്രമേ ഇങ്ങനെ 3 ഗോൾഡൻ കളർ മുത്ത് കോർക്കേണ്ട ആവശ്യമുള്ളൂ. അവിടെ നമുക്ക് ജംബറിങ് കോർക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ വൈറ്റ് കളർ ബീഡ് വരെ കോർക്കണം. അതായത് ഈ 3 ഗോൾഡൻ കളർ മുത്ത് കോർത്തതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് വരുന്ന വൈറ്റ് കളർ മുത്തിലാണ് നമ്മൾ ലാസ്റ്റ് കോർത്ത് നിർത്തേണ്ടത്. അതിനുശേഷം ഒരു ഗോൾഡൻ കളർ മുത്ത്, ഒരു വൈറ്റ് കളർ മുത്ത്, ഒരു ഗോൾഡൻ കളർ, ഒരു വൈറ്റ് കളർ. ആ ഓർഡറിൽ 3 ഗോൾഡൻ കളറും 2 വൈറ്റ് കളർ മുത്തുമാണ് നമ്മളിവിടെ കോർക്കുന്നത്. കോർത്ത് കഴിഞ്ഞാൽ ഇത് ഇപ്പം നമ്മൾ എവിടെയാണോ കോർത്ത് നിർത്തിയിരിക്കുന്നത് അതേ വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ കോർക്കുന്നത്. അതായത് നിർത്തിയതിൻ്റെ മേലെ കൂടെ വന്നിട്ട് അതേ വൈറ്റ് കളർ മുത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് കോർക്കുന്നു. കോർത്ത ശേഷം വീണ്ടും തിരിച്ചിട്ട് നമ്മൾ ഈ ഫസ്റ്റ് കാണുന്ന വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കോർത്ത് നിർത്തണം. വീണ്ടും ഇപ്പോൾ കോർത്ത പോലെ തന്നെ ഒരു ഗോൾഡൻ കളർ, ഒരു വൈറ്റ്, ഒരു ഗോൾഡ്, ഒരു വൈറ്റ്, ഒരു ഗോൾഡ്. അതേ ഓർഡറിൽ വീണ്ടും 2 വൈറ്റ് കളർ മുത്തും 3 ഗോൾഡൻ കളർ മുത്തും കോർക്കുക. ഇപ്പോൾ നമ്മൾ കോർത്ത് നിർത്തിയിരിക്കുന്ന വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വീണ്ടും കോർക്കുക. വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം കോർത്താൽ മതി. അത് കോർത്ത ശേഷം തിരിച്ച് പിടിച്ചിട്ട് നെക്സ്റ്റ് ഗോൾഡൻ കളർ മുത്തും വൈറ്റ് കളർ മുത്തും ഉള്ളിൽ കൂടെ മാത്രം കോർക്കാം. വീണ്ടും ഇതേപോലെ തന്നെ 3 മുത്ത് കോർക്കാം. ഗോൾഡൻ കളറും 2 വൈറ്റ് കളർ മുത്തും കോർത്തിട്ട് ഇപ്പോൾ കോർത്ത പോലെ തന്നെ കോർക്കാം. ഇതാണ് പ്രൊസീജിയർ. ഇതുപോലെ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും കോർക്കാം. അപ്പോൾ ഇവിടെ ബ്രേസ്ലെറ്റിന് എൻ്റെ കൈയിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നൂലിൻ്റെ ലെങ്ത്തിൻ്റെ കാര്യമൊന്നും മെഷർമെൻറ്റ് ഞാൻ പറയാത്തത്. നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിൻ്റെ 3 ഇരട്ടി നൂല് എടുക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും കോർത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പാറ്റേൺ ഇങ്ങനെ 1 മുത്ത് 3 മുത്ത്, പിന്നെ 1 മുത്ത് 3 മുത്ത്, ആ ഓർഡറിലാണ് കിട്ടുക. അപ്പോൾ എത്രത്തോളം വേണോ അത്രയും ഇതേപോലെ നമുക്ക് കോർത്തെടുക്കാം. അപ്പോൾ എൻ്റെ അളവിൽ എൻ്റെ കൈയിൻ്റെ അളവിൽ ഇത്രയും കോർത്തിട്ടുണ്ട്. ലാസ്റ്റ് ഗോൾഡൻ കളർ മുത്തിൽ കോർത്തിട്ട് നമുക്കവിടെ നിർത്താം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു 3 ഗോൾഡൻ കളർ മുത്ത് ജംബറിങ് കോർക്കാൻ വേണ്ടിയിട്ട് കോർത്തിരുന്നു. അതേപോലെ തന്നെ ഈ അറ്റത്ത് നമുക്ക് ഹുക്ക് കോർക്കാൻ വേണ്ടിയിട്ട് 3 ഗോൾഡൻ കളർ മുത്ത് അതേപോലെ കോർത്തിട്ട് ഇവിടെ ലാസ്റ്റ് നമ്മൾ അങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ പാറ്റേണിൽ തന്നെ നമുക്ക് നെക്ലസ് മോഡൽ ചെയ്തെടുക്കാം. നെക്ലസ് ആകുമ്പോൾ ഫ്ലെക്സിബിളായിട്ട് ഇത് കുറച്ച് വളയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചോക്കർ മോഡലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേ ഡിസൈനിൽ കുറച്ചുകൂടി ലെങ്ത്ത് എത്രത്തോളം വേണോ അത്രയും കോർത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 ഗോൾഡൻ കളർ മുത്ത് കോർത്ത ശേഷം ഒരു 2-3 മുത്തിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കാം. ഒരു വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 2-3 മുത്തുകളുടെ ഉള്ളിൽ കൂടെ കോർത്ത ശേഷം അവിടെ കെട്ടിട്ട് ടൈറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ 3 കെട്ടിടുന്നുണ്ട്. 3 കെട്ടിട്ട ശേഷം വീണ്ടും 2-3 മുത്തിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് നമുക്ക് ഈ നൂല് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് 2 ഭാഗത്തും നമ്മൾ 3 ഗോൾഡൻ കളർ മുത്ത് വെച്ച് കോർത്തിട്ടുണ്ട്. അവിടെ ജംബറിങ് കോർക്കണം. ഒരു ഭാഗത്ത് ജംബറിങ്, മറ്റേ ഭാഗത്ത് ഹുക്കും കോർക്കാം. അപ്പോൾ ആദ്യം തന്നെ ജംബറിങ് എടുക്കാം. അതൊന്ന് അകത്തിയ ശേഷം ഈ 4 ഗോൾഡൻ കളർ മുത്തിൻ്റെ ഏറ്റവും മുകളിലത് ഫസ്റ്റ് വരുന്ന മുത്തിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു ജംബറിങ്ങും മറ്റേ ഭാഗത്ത് ഒരു ജംബറിങ്ങിൽ ഹുക്ക് കോർത്തിട്ട് അതുമാണ് കോർക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് എല്ലാം എഴുതി അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.